ഏത് രോഗിയും അയാളുടെ രോഗത്തിനെ പറ്റി ആങ്ഷ്യസ് ആയിരിക്കും. ഇപ്പൊ ഗൂഗിളിംഗ് ഉള്ള കാരണം ഹൈലി ആങ്ഷ്യസ് ആയിരിക്കും. ഈ ഹൈലി ആങ്സൈറ്റിയിൽ വരുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ചൊറി വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പാട് വന്നു എന്ന് വിചാരിക്കുക. ഈ പാട് വന്നു എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ണാടി നോക്കുമ്പോൾ ഈ പാട് കാണും, എന്തോ പ്രശ്നമുണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ സെൽഫ് ഡയഗ്നോസിസിലേക്ക് പോകണം. യു ടേക്ക് ദ പിക്ചർ ആൻഡ് ഗൂഗിൾ ഇറ്റ്. ഗൂഗിൾ ലെൻസ് വഴി നോക്കും. ദർ ഇസ് എ സ്കാർ മാർക്ക് അല്ലെങ്കിൽ മാർക്ക് ഓൺ മൈ ഫേസ് ജസ്റ്റ് ഹാപ്പൻ 2 days ago എന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ആ സ്കാറിൻ്റെ കുറേ ഡീറ്റെയിൽസ് വരും. അതിൻ്റെ ഏറ്റവും അടിയിൽ ആദ്യമൊക്കെ കൊച്ചു കൊച്ചു അസുഖം ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും അടിയിൽ ഇറ്റ് ക്യാൻ ബി സ്കിൻ ക്യാൻസർ, ഇറ്റ് ക്യാൻ ബി സം അതർ ക്യാൻസർ. നമ്മൾ അവിടെ സ്റ്റക്കാവും. ഈ ക്യാൻസർ ആണോ ഇത് എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ പോകും. ഊണിലും ഉറക്കത്തിലും എല്ലാത്തിലും ആ ചിന്ത കയറി വരും. ഓബിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ശരീരത്തിന് കിട്ടുന്ന കമാൻഡ് എനിക്ക് ക്യാൻസർ വേണം. ഇതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന സാധനമാണല്ലോ ഇത്. ഇവിടെ ഇത് ക്യാൻസറാണ്. ഇവിടെ കിട്ടുന്ന കമാൻഡ് ഇത് ക്യാൻസർ. പതുക്കെ ശരീരം തന്നെ അതിനുള്ളൊരു സംഗതി ഉണ്ടാക്കും. നമ്മൾ ഈ നെഗറ്റീവ് തോട്ടിൽ നമുക്കെന്തോ വലിയ അസുഖമാണ് എന്നുള്ള തോട്ടിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റായിട്ടും ആ ഡിസീസ് അവിടെ സംഭവിക്കും.